ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ദിവസവും വാങ്ങിക്കുന്ന പാൽപ്പാടയിൽ നിന്ന് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു 2 മാസത്തോളം വാങ്ങിച്ചിട്ടുള്ള പാലിലെ പാടയാണിത്. ഇത് ഞാൻ ഫ്രീസറിലായിരുന്നു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 4-5 മണിക്കൂർ മുന്നേ ഞാനിതൊന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതുപോലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ പൾസ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പാൽപ്പാടയിൽ നിന്ന് നല്ല പ്യുവറായിട്ടുള്ള വെണ്ണ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ പാത്രത്തിലാകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള എല്ലാ പാൽപ്പാടയും ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, വെണ്ണയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വെണ്ണയൊന്ന് ഈ പാത്രത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചിലപ്പോൾ പാലിൻ്റെ അംശം വീണ്ടും ഉണ്ടാവും. അപ്പോൾ അത് മൊത്തത്തിലായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 2 തവണ ഇതുപോലെ വെള്ളം മാറ്റി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. വെണ്ണയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഞാനിത് നെയ്യാക്കുക എന്നുള്ളത് കൊണ്ട് ഞാനിത് മൊത്തത്തിൽ നെയ്യാക്കി മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 തവണയാക്കിയിട്ടൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിത് കഴുകിയെടുത്താൽ ഇതിൽ എന്തായാലും പാലിൻ്റെ ചെറിയ അംശങ്ങളുണ്ടാവും. അത് നമ്മൾ ചൂടാക്കുന്ന സമയത്തേ പൂർണ്ണമായിട്ടും പോവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെണ്ണയെ നെയ്യാക്കി മാറ്റാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെണ്ണ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ വെണ്ണ നെയ്യാക്കി മാറ്റാൻ ഒരുപാട് സമയമെടുക്കും. നമുക്കൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം സമയമെടുത്തിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ സ്റ്റേജിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ പതുക്കെ ഇങ്ങനെ നെയ്യായിട്ട് മാറി വരുന്നുണ്ട്. അതിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇനി അതിൽ നിന്ന് ബാക്കി വരുന്ന പാലിൻ്റെ അംശം അടിയിലേക്ക് ഊറിപ്പോവും. അത് പിന്നെ അങ്ങനെ കട്ടയായിട്ട് ഇതുപോലെ മാറിക്കിട്ടും. അപ്പം നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്യിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇതുപോലെ നെയ്യ് മൊത്തം തെളിഞ്ഞ് മുകളിലേക്ക് വരും. പാലിൻ്റെ ബാക്കി വരുന്ന അംശങ്ങൾ മൊത്തം ഇതുപോലെ ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഊറി വരും. ഈ ഒരു സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ വേണേ. ഓക്കെ, താങ്ക് യു.